ഹലോ ചങ്ങാതിമാരെ, നമ്മളുടെ കഥയുടെ അടുത്ത ഭാഗം അഥവാ 8ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ദ ഫുട്ബോൾ മാച്ച്, അതാണ് അടുത്ത അധ്യായത്തിൻ്റെ പേര്, ചാപ്റ്റർ 8. The next day was the day of the big football match. The next day, അടുത്ത ദിവസമായിരുന്നു the day of big football match. ആ വലിയ ഫുട്ബോൾ മാച്ചിൻ്റെ വലിയൊരു ദിവസമായിരുന്നു അന്ന്. മിസ്റ്റർ ഹാർട്ട് ഹാഡ് ഇൻവൈറ്റഡ് about 10 people. മിസ്റ്റർ ഹാർട്ട് ഏകദേശം 10ഓളം പേരെ അന്ന് ആ ഫുട്ബോൾ മാച്ച് കാണാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആന ഡിഡ് നോട്ട് വാച്ച് ദ ഗെയിം. പക്ഷെ ആന ആ ഫുട്ബോൾ ഗെയിം കാണുന്നുണ്ടായിരുന്നില്ല. ഷി വാസ് ഹെൽപ്പിംഗ് മിസ്സിസ് ഹാർട്ട് ഇൻ ദ കിച്ചൺ. അവൾ മിസ്സിസ് ഹാർട്ടിനെ കിച്ചണിൽ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ദേ വർ മേക്കിംഗ് ടീ. അവർ ചായ ഉണ്ടാക്കുകയായിരുന്നു. ഇറ്റ് വാസ് എ ഗുഡ് ഗെയിം ആൻഡ് എവറി വൺ വാസ് എൻജോയിങ് ഇറ്റ്. ഇറ്റ് വാസ് എ ഗുഡ് ഗെയിം. എന്തായിരുന്നാലും അതൊരു നല്ല മത്സരമായിരുന്നു. ആൻഡ് എവറി വൺ വാസ് എൻജോയിങ് ഇറ്റ്. അതുപോലെ എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അറ്റ് ഹാഫ് ടൈം പീറ്റർ വെൻറ്റ് ടു ദ കിച്ചൺ. ഏകദേശം പകുതി സമയത്ത്, മത്സരത്തിൻ്റെ പകുതി സമയത്ത് ഉള്ള ബ്രേക്കിൽ പീറ്റർ വെൻറ്റ് ഇൻ ടു ദ കിച്ചൺ. പീറ്റർ കിച്ചണിൽ പോയി. Why don't you come and watch the match, Anna? He said. It's really good. Come on. Why don't you come and watch the match, Anna? അവൻ ആനയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ മാച്ച് കാണാൻ വരാത്തത്? He said, It's really good. അത് വളരെ നല്ലൊരു മാച്ചാണ്. Come on, വരൂ. Anna laughed. No thanks, she said. ആന ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നോ താങ്ക്സ്. അവൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. ഐ ആം ഹെൽപ്പിംഗ് മിസ്സിസ് ഹാർട്ട്. ഞാൻ ഈ മിസ്സിസ് ഹാർട്ടിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ലുക്ക്, ഹിയർ ഇസ് ദ ടീ. ഓക്കെ, ഇവിടെ ചായയുണ്ട്. ക്യാൻ യു ടേക്ക് ഇറ്റ് ഇൻ ടു ദ അതേഴ്സ്? ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഓക്കെ, സെഡ് പീറ്റർ. ഇറ്റ്സ് എ ടെറിഫിക് മാച്ച്. പീറ്റർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മാച്ചിനെ പറ്റിയൊരു വിവരണം കൊടുത്തത് നല്ലൊരു ടെറിഫിക് മാച്ചാണ്, വളരെ അത്യുജ്വലമായൊരു മാച്ചാണെന്ന് പറഞ്ഞു. മൈക്ക് ബെയ്ലി സ്കോർഡ് എ ഗ്രേറ്റ് ഗോൾ. മൈക്ക് ബെയ്ലി ഒരു വലിയ അത്യുഗ്രമായിട്ടുള്ളൊരു ഗോൾ അടിച്ചു എന്ന് പറഞ്ഞു. പീറ്റർ ടുക്ക് ദ ടീ ഇൻ ടു ദ സിറ്റിംഗ് റൂം ആൻഡ് സെക്കൻഡ് ഹാഫ് ഓഫ് ദ മാച്ച് സ്റ്റാർട്ടഡ്. പീറ്റർ സെക്കൻഡ് ഹാഫിൽ അവിടെ ചെന്ന് എല്ലാവർക്കും ടീയൊക്കെ കൊടുത്തു. അപ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ സെക്കൻഡ് ഹാഫ് വാസ് എ വെരി എക്സൈറ്റിംഗ്. ആ രണ്ടാമത്തെ പകുതിയും വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. മൈക്ക് ബെയ്ലി സ്കോർഡ് അനദർ ഗോൾ ആഫ്റ്റർ 20 minutes. മൈക്ക് ബെയ്ലി എന്ന കളിക്കാരൻ 20 മിനിറ്റിന് ശേഷം അടുത്ത ഗോളും സ്കോർ ചെയ്തു. ദ സ്കോർ വാസ് 2-0. സ്കോർ 2-0 പിരിഞ്ഞു. Then the other side scored 2 quick balls. It was 2-2. അതർ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്കാരും 2 ഗോളുകൾ അടിച്ചു. ഇറ്റ് വാസ് 2-2. 2-2 പിരിഞ്ഞു. There were only 5 minutes of the match left. അതിനുശേഷം 5 മിനിറ്റ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ മത്സരം തീരാൻ. Come on, shouted Peter. Come on, Mike. Let's have another goal. പീറ്റർ ഇങ്ങനെ ഒച്ചയെടുത്തുകൊണ്ടിരുന്നു മൈക്കിന് വേണ്ടിയിട്ട്, അനന്തർ ഒരു ഗോൾ കൂടി അടിക്കാൻ വേണ്ടി. ഇൻ ദ ലാസ്റ്റ് സെക്കൻഡ് ഓഫ് ദ മാച്ച് മൈക്ക് ബെയ്ലി സ്കോർഡ് ദ വിന്നർ. മാച്ചിൻ്റെ അവസാന നിമിഷത്തിൽ മൈക്ക് ബെയ്ലി ഒരു സ്കോർ കൂടി ചെയ്ത് ആ മത്സരത്തെ വിജയിപ്പിച്ചു. ഇറ്റ് വാസ് ഹിസ് തേർഡ് ഗോൾ ഓഫ് ദ മാച്ച്. അത് അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ഗോളായിരുന്നു ആ മാച്ചിൽ. ബട്ട് സംതിങ് വാസ് റോങ്. എന്തോ
പക്ഷെ എന്തോ ചില കാര്യങ്ങൾ കുഴപ്പമുണ്ടെന്ന് അവർ തോന്നി. ദ അതർ ടീം ഗോൾ കീപ്പർ വാസ് ഇഞ്ചേർഡ്. ദ അതർ ടീംസ് ഗോൾ കീപ്പർ വാസ് ഇഞ്ചേർഡ്. എതിർ ടീമിലുള്ള ഗോൾ കീപ്പറിന് എന്തോ കാര്യമായ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നി. ബെയ്ലി ഹാഡ് ബീൻ വെരി നിയർ ദ ഗോൾ കീപ്പർ ആൻഡ് ഹി ഹാഡ് കിക്ക് ദ ബോൾ വെരി ഹാർഡ്. മൈക്ക് ബെയ്ലി ഗോൾ കീപ്പറിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് അതിനുശേഷം അദ്ദേഹം വളരെ ശക്തമായിട്ടാണ് ആ പന്ത് അടിച്ചത്. ദ ബോൾ ഹിറ്റ് ദ ഗോൾ കീപ്പേഴ്സ് നെക്ക്. പന്ത് ഗോൾ കീപ്പറുടെ കഴുത്തിലാണ് കൊണ്ടിരുന്നത്. They all watched the interview. The TV showed a picture of Mike Bailey and the interviewer. അവരെല്ലാവരും ആ ഇൻ്റർവ്യൂ കണ്ടു. The TV showed a picture of Mike Bailey and the interviewer. TV-യിൽ മൈക്ക് ബെയ്ലിയുടെയും ഇൻ്റർവ്യൂ എടുക്കുന്നയാളുടെയും പിക്ചറുകൾ കാണാമായിരുന്നു. Mike said the interviewer, 3 goals in 1 match. How do you feel about that? ഇൻ്റർവ്യൂവർ ചോദിച്ചു മൈക്കിനോട്. ഒരു മാച്ചിൽ 3 ഗോളുകൾ. ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? താങ്കൾക്ക് എന്ത് തോന്നുന്നു അതിനെപ്പറ്റി? ബട്ട് മൈക്ക് ബെയ്ലി സെഡ് നത്തിങ്. മൈക്ക് ബെയ്ലി അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല. ഹി കുഡ് നോട്ട് സ്പീക്ക്. അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. ഹി ട്രൈ ടു സ്പീക്ക് ബട്ട് കുഡ് നോട്ട്. അദ്ദേഹം സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇറ്റ് വാസ് ടെറിബിൾ. അതൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. ദ ഇൻ്റർവ്യൂവർ ട്രൈഡ് അനദർ ക്വസ്റ്റ്യൻ. Let me ask you about the third goal, Mike. ഇൻ്റർവ്യൂവർ തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ താങ്കളുടെ 3ാമത്തെ ഗോളിനെ പറ്റി ഒന്ന് ചോദിച്ചു നോക്കട്ടെ. It was a great goal, but how do you feel about the injury to Brian Thomas? It was great goal. അത് വളരെ ഒരു മനോഹരമായൊരു ഗോളായിരുന്നു. പക്ഷേ ബട്ട് ഹൗ ഡു യു ഫീൽ അബൌട്ട് ദ ഇഞ്ചുറി? അദ്ദേഹത്തിന് സംഭവിച്ച ഇഞ്ചുറി അല്ല, മുറിവിനെ പറ്റി, ബ്രയാൻ തോമസിനെ സംബന്ധിച്ച മുറിവിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇറ്റ് വാസ് എ സില്ലി ക്വസ്റ്റ്യൻ. അതൊരു ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ ഇഞ്ചേർഡ് ഗോൾ കീപ്പർ വുഡ് നെവർ പ്ലേ ഫുട്ബോൾ അഗെയിൻ. ആ അപകടത്തിൽപ്പെട്ട ഗോൾ കീപ്പർ ഇനി ഒരിക്കലും ഫുട്ബോൾ കളിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. മൈക്ക് ബെയ്ലി സെഡ് നത്തിങ്. മൈക്ക് ബെയ്ലി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഹി ലുക്ക്ഡ് വെരി ഇൽ. അദ്ദേഹം വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു. വെൻ ദ ഇൻ്റർവ്യൂ എൻഡഡ്, മിസ്റ്റർ ഹാർട്ട് ടേൺഡ് ഓഫ് ദ TV. ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം മിസ്റ്റർ ഹാർട്ട് TV ഓഫ് ചെയ്തു. നോ വൺ നോട്ടീസ്ഡ് ദറ്റ് ആന ഹാഡ് ലെഫ്റ്റ് ദ റൂം. ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല ആന റൂം അതിനു മുൻപ് തന്നെ വിട്ടു പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. മൈക്ക് ബെയ്ലി ഹാഡ് ലുക്ക്ഡ് ഫ്രൈറ്റൻഡ്. മൈക്ക് ബെയ്ലി അതേപോലെ വളരെ ഫ്രൈറ്റൻഡ് ആയിരുന്നു, വളരെ പേടിച്ചരണ്ട പോലെയായിരുന്നു. ആന വാസ് ഫ്രൈറ്റൻഡ് ടു. ആനയും അതേപോലെ പേടിച്ചരണ്ട പോലെ ഇരുന്നുണ്ടായിരുന്നു. മൈക്ക് ബെയ്ലി ആൻഡ് ആന ഹാഡ് മെറ്റ് ബിഫോർ. മൈക്ക് ബെയ്ലിയും ആനയും ഇതിനു മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. ദ ഡേ ബിഫോർ, തലേ ദിവസം. അറ്റ് ദ കോർണർ ഷോപ്പ്. ആ കോർണർ ഷോപ്പിൽ വെച്ചാണ് അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. Please subscribe my channel and press the bell icon. If you like my video, please press like button. Thank you.